റിപ്പോർട്ടറിന്റെ ഇലക്ഷൻ ബസ് പാലക്കാട് നഗരം ചുറ്റി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. സ്മൃതി മാഡത്തെ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ആ ഒരു മാറിയ മുഖം, മുനിസിപ്പാലിറ്റി ഒക്കെ തെളിഞ്ഞു നിൽക്കുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കൊണ്ടുപോവാണ്. നമുക്കൊപ്പം റെയിൽവേ യാത്രക്കാർക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമുക്കൊപ്പം യാത്രക്കാരനായി പുതുതായി വന്നിരിക്കുന്നത്. ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി.കെ. കൃഷ്ണദാസ് പാലക്കാട്ടേക്ക് എത്തി. പാലക്കാട്ട് പ്രചാരണത്തിലാണ്. തീർച്ചയായിട്ടും ഞാൻ മൂന്നാം തവണയാണ് പാലക്കാട്ട് NDAയുടെ പ്രചരണത്തിന് വേണ്ടി എത്തുന്നത്. അപ്പോൾ ഇന്നലെ കാലത്ത് ഇവിടെ എത്തി, ഇന്നും പ്രചരണത്തിലാണ്. നാളെ കൊട്ടിക്കലാശത്തിൻ്റെ അവസാനം വരെ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇവിടുന്ന് 19-ാം തീയതി മാത്രമേ സ്ഥലം പെടുത്തുള്ളൂ. ഈ 2016 സാധ്യത പറഞ്ഞു, അന്ന് ശോഭ നന്നായിട്ട് വോട്ട് വർദ്ധിപ്പിച്ചു. 2021 ഏതാണ്ട് ചുണ്ടിനും കപ്പിനും ഇടയിൽ 3800 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ തുടർന്നു. ഇപ്രാവശ്യം BJPക്ക് സാധ്യതയാണ് പറയുന്നത്. കാരണം ഇതൊരു കോൺഗ്രസ് മണ്ഡലമാണെന്നും കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ വോട്ടേഴ്സ് നല്ല ശക്തമായി കോൺഗ്രസിനോടൊപ്പം ഇപ്പോഴും ഉണ്ട് എന്നും പറയുന്നു. അപ്പോൾ എപ്പോഴും പാലക്കാട് ഒരു സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമായി നിൽക്കുമോ BJPയെ സംബന്ധിച്ച്? അതല്ല, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കും തോറും രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം ഇതെല്ലാം തന്നെ 100% NDAയുടെയും BJPയുടെയും വിജയം സുനിശ്ചിതമാക്കുന്നതാണ്. അതായത് BJPയുടെയും NDAയുടെയും വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ്, അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യമാണ് ഇപ്പോൾ പാലക്കാട് നിലനിൽക്കുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു നിന്ന് വന്ന സ്ഥാനാർത്ഥി CPMയുടെ സ്ഥാനാർത്ഥിയാകട്ടെ കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടിയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് ഇവരിൽക്കാളും ഭേദമാണ് കൃഷ്ണകുമാർ. ഈ നാട്ടുകാരൻ ഏറെക്കാലമായി ഇവിടെ പല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പല പദവികളിൽ ഇരുന്നിട്ടുള്ള ആൾ. ആ അർത്ഥത്തിലൊക്കെ ഒരു ഗുണകരമാകുന്നു എന്നാണോ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ വിലയിരുത്തുന്നത്? അത് മാത്രമല്ല, ഇപ്പം നേരത്തെ ഉണ്ണിയേട്ടൻ സൂചിപ്പിച്ചല്ലോ, ഈ കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത സീറ്റാണെന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ കോൺഗ്രസിൻ്റെ ആ പരമ്പരാഗത സീറ്റ് എന്ന സങ്കല്പം ഇന്ത്യയിലും ഇല്ലാതായി. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരമ്പരാഗത നിയോജക മണ്ഡലം, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, പരമ്പരാഗത വോട്ട് കമ്മ്യൂണിറ്റി, അതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുക. അല്ല 16 21 ജയിച്ചത് കോൺഗ്രസ് തന്നെ, അത് മുമ്പ് ജയിച്ചത് കോൺഗ്രസ് തന്നെ. അവിടെ നിൽക്കട്ടെ, 24 ലാസ്റ്റ് ഡേറ്റ എടുക്കുമ്പം P.K. ശ്രീകണ്ഠനാണ് നല്ല രീതിയിൽ മുന്നിൽ നിൽക്കുന്നത് ഈ മണ്ഡലത്തിൽ. ഞാൻ പറഞ്ഞത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഷാഫിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൃഷ്ണകുമാറിനെതിരെ തന്നെ മത്സരിച്ച് ശ്രീകണ്ഠൻ പിടിച്ചിട്ടുണ്ട്. അല്ല, ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ ലോക്സഭാ സീറ്റ് കോൺഗ്രസ് ജയിച്ചതായിരുന്നല്ലോ. അതെ, കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റായിരുന്നല്ലോ. കറക്റ്റ്. ഇപ്പോൾ ഹിന്ദു സമൂഹത്തിലെ നായരായാലും ഇഴവനായാലും വിശ്വകർമ്മ ആയാലും SC ആയാലും SD ആയാലും ഒക്കെ പരമ്പരാഗതമായി കോൺഗ്രസിനെ വോട്ട് ചെയ്തതാണ്. പക്ഷെ അതൊക്കെ മാറിയിട്ട് 75,000 വോട്ടിന് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു. ആ തൃശ്ശൂരാണ് പാലക്കാട് ആവർത്തിക്കാൻ പോകുന്നത്. ഉണ്ണിയുടെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടിലേക്കുള്ള ദൂരം വളരെ കുറവാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തൃശ്ശൂർ നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. അതായത് ഇതുവരെ BJPക്ക് കേരളത്തിൽ ജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ തൃശ്ശൂർ നൽകുന്ന പാഠം എന്ന് പറയുന്നത്, താമരയിൽ വോട്ട് ചെയ്ത് BJPയെയും NDAയും ജയിപ്പിക്കാൻ മലയാളികൾക്ക് മടിയില്ലെന്നുള്ള ഒരു നല്ല സന്ദേശമാണ് തൃശ്ശൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. അതൊരു പുതിയ രാഷ്ട്രീയമാണ് കേരളത്തിൽ, ഒരു പുതിയ രാഷ്ട്രീയം. LDFനും UDFനും ബദലായിട്ട് ഒരു ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന ആ NDA എന്നുള്ള സഖ്യം കേരളത്തിൽ എമർജ് ചെയ്തിരിക്കുന്നു, ഒരു മൂന്നാം ശക്തിയായി വളർന്നു വന്നിരിക്കുന്നു. അതിനെ കൂടെ ശക്തിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയം തന്നെയായിരിക്കും പാലക്കാട് ഉണ്ടാവുക. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, നമ്മളെല്ലാവരും 23-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ, മതിയായ ഭൂരിപക്ഷത്തിന് കൃഷ്ണകുമാർ പാലക്കാട് ജയിക്കും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഞാനിപ്പം പറയുന്നില്ല. അത് കുറച്ചൊരു 2 ദിവസം ഇവർ ഇന്നത്തെ നാളത്തെ കൊട്ടിക്കലാശം കൂടി കഴിഞ്ഞാൽ ഞങ്ങളൊരു ധാരണയിലെത്തും. ഏതായാലും വിജയത്തെ കവിഞ്ഞൊന്നും ഞങ്ങളിതിൽ പ്രതീക്ഷിക്കുന്നില്ല, ജനങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. കൃഷ്ണകുമാറിന്റെ 9ാമത്തെ മത്സരമാണല്ലോ, 9ാം തവണ മത്സരിക്കുന്നു. അപ്പോൾ ഈ തവണത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലം എന്ന് പറയുമ്പോൾ തൃശ്ശൂരിന്റെ ആവർത്തനം എന്നതല്ലാതെ എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് BJPക്ക് അനുകൂലമായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്? തൃശ്ശൂരിലാണെങ്കിൽ തന്നെയും അതൊരു ഡീലായിരുന്നു എന്നുള്ളൊരു ആരോപണം ഇവിടെ നിൽക്കുകയും കൂടിയാണ്. അല്ല, ഞങ്ങൾ പറയുന്നത് ഇപ്പം ലോക്സഭ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. മൂന്നാമതിന് രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറ്റു. അതുമാത്രമല്ല, അതിനുശേഷം ഹരിയാന BJP വിജയിച്ചു. ഇപ്പോൾ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ഒരു കാര്യം പറയുന്നത്, ജാർഖണ്ഡും മഹാരാഷ്ട്രയും BJP NDA വിജയം ആവർത്തിക്കും. മാത്രമല്ല, ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു വികസനം.
ഇപ്പം വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ പറ്റുന്ന ഏക രാഷ്ട്രീയ പാർട്ടി മുന്നണിയും BJP NDയാണ്. ഒന്നാം മോഡി സർക്കാർ 150 കോടി രൂപ കൊടുത്തു ഈ പാലക്കാട് നഗരത്തിന് മാത്രം. രണ്ടാം മോഡി സർക്കാർ വീണ്ടും 150 കൊടുത്തു. അതിനുശേഷമാണ് പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 10,000 കോടിയോളം രൂപ വികസനത്തിന് വേണ്ടി കൊടുക്കുന്നത്. ഇതൊന്നറിയാലോ, ഒറ്റപ്പാലത്ത് ഡിഫൻസ് പാർക്ക്, കഞ്ചിക്കോട് ഫുഡ് പാർക്ക്, അതുപോലെ വ്യവസായ ഇടനാഴി, ഇതെല്ലാം തന്നെ ഈ ജില്ലയിലും ഈ നഗരത്തിലുമാണ്. മാത്രമല്ല 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ജനക്ഷേമ പദ്ധതികൾ. ഇപ്പം ഞാനിപ്പം ഇപ്പം നമ്മുടെ ഗ്രാമത്തിലുള്ള 3 പഞ്ചായത്താണല്ലോ ഈ നിയോജക മണ്ഡലത്തിലുള്ളത്, പിരായിരിയും കണ്ണാടിയും മാത്തൂരും. ജനങ്ങൾക്ക് ഓരോ ബൂത്തിലും ചെന്ന് നോക്കുന്ന സമയത്ത് പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ വീട് കിട്ടിയിട്ടുണ്ട്, ജൽജീവൻ മിഷനിലൂടെ വെള്ളം കിട്ടിയിട്ടുണ്ട്, ആ ഉജ്ജ്വല യോജനയിലൂടെ സൗജന്യമായിട്ടുള്ള പാചകവാത കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. പലരും ചെറുപ്പക്കാരൊക്കെ മുദ്രാ ലോണിലൂടെ 5 ലക്ഷവും 10 ലക്ഷവും വാങ്ങിയിട്ട് സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിരവധി അതുപോലെ മുദ്രാ ലോണ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴ് പാവങ്ങൾക്ക് ഈ 5 കിലോ പ്രധാനമന്ത്രി കല്യാൺ അന്ന യോജന എന്ന ആ ഒരു പദ്ധതിയിലൂടെ ഒരു വീട്ടിൽ 5 പേർക്ക് 5 കിലോ അരി. ഞാനൊരു വീട്ടിൽ പോയി ചോദിച്ചു, ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഒരു വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ 4 പേരുണ്ട്. അവർ 4 പേർക്ക് 5 കിലോ വെച്ച് 20 കിലോ അരി 2 വർഷമായി കിട്ടുന്നു. അപ്പോൾ ഒരു വീട്ടിൽ 20 കിലോ അരി ഒരു മാസം, അപ്പോൾ 12 മാസമാകുമ്പോൾ 240 കിലോ, ഏതാണ്ട് 2.5 കിൻഡൽ. 2 കൊല്ലം കൊണ്ട് 5 കിൻഡൽ അരിയാണ് ഒരു പ്രധാനമന്ത്രി, ഒരു ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഒരു വീട്ടിലെത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇത്തവണ അവർ റിയലൈസ് ചെയ്തിരിക്കുക. അവർക്ക് 2020 നേരത്തെ പറഞ്ഞു, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വേണ്ടത്ര, ആ പൊതു തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടത്ര ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് അവർക്ക് അവസരമാണ് അവിടെ തീർച്ചയായിട്ടും. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ഗുണഭോക്താക്കൾ, അതാണ് താങ്കൾ വളരെ പെട്ടെന്ന് ഇടപെട്ടിട്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തിയെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഗുണഭോക്താക്കൾ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,000 വോട്ടിൻ്റെ മുമ്പിൽ നിർത്തിയത്. ആരെ? ശ്രീകണ്ഠനെ. അവിടെ ഒരു പ്രശ്നമുണ്ട്. അതിനു മുമ്പ് 50,000 വോട്ടാണ് ശ്രീധരൻ പിടിച്ചത് 2021. കൃഷ്ണകുമാർ 7,000 വോട്ട് പിന്നിലേക്ക് പോയത് 43 വന്ന് ലാൻഡ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ആ വ്യത്യാസത്തോടെ നിൽക്കുന്നു. നിങ്ങൾക്കിവിടെ ജയിച്ചു വരണമെങ്കിൽ 43 കൂടെ ഒരു 12,000 കൂടി അധിക വോട്ട് വരണം. 55 പിടിച്ചാൽ മാത്രമേ ഇവിടെ വിജയിക്കാൻ കഴിയൂ. ആ 12,000 വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് കണക്കാണ് നമ്മൾ ചോദിക്കുന്നത്. അത് കറക്റ്റാണ്. അത് നമ്മളെപ്പോഴും പരിശോധിക്കേണ്ടത് എന്താ അറിയും, രാഷ്ട്രീയത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചിന്തിക്കുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചിന്തിക്കുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ചിന്തിക്കുന്നത് വ്യത്യസ്തമാണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 9 തവണ കൃഷ്ണകുമാർ മത്സരിച്ചു. അയാൾ ഈ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച സമയത്തെല്ലാം തന്നെ CPM-ൻ്റെ ശക്തി കേന്ദ്രത്തിൽ മത്സരിച്ചപ്പോൾ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മത്സരിച്ചപ്പോൾ എല്ലാം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിൽ BJPക്ക് വിജയസാധ്യത ഏറെയാണ്. ഇവിടെ ഈ നിയമസഭാ സീറ്റിലേക്ക് C. കൃഷ്ണകുമാർ മത്സരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടാണ്? അല്ല, അതിൽ ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്ന്, കഴിഞ്ഞ പ്രാവശ്യം ഈ മെട്രോ ശ്രീധർജി മത്സരിച്ചു, വിജയസാധ്യത ഉണ്ടായിരുന്നു. 3,800 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ജനങ്ങൾക്ക് തോന്നി BJPക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് വരുമ്പോൾ അവർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത കുറച്ച് കുറവാണ് എന്ന് കണ്ടെത്തുമ്പോൾ ഒരു നിഷ്പക്ഷമായ വോട്ടർമാർ മറ്റു പലർക്കും വോട്ട് ചെയ്യാറുണ്ട്. ഇത്തവണ ജനങ്ങളെ മുന്നിൽ വോട്ട് ചെയ്യാൻ ഏക സ്ഥാനാർത്ഥിയും ഏക മുന്നണിയും കൃഷ്ണകുമാറും NDA മാത്രമാണ്. ഇവിടെ ജനങ്ങൾക്ക് നേരിട്ടുള്ള അനുഭവമല്ലേ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ. പക്ഷേ പാർട്ടിയുടെ കൂടെ നിന്ന ഒരാൾക്ക് ഒരു രാവിരുട്ടി വെളുത്തപ്പോഴേക്കും ഇതേ നരേന്ദ്രമോദി വേണ്ടാത്തവനായി, വെറുക്കപ്പെട്ടവനായി, പ്രത്യയശാസ്ത്രം വെറുപ്പിൻ്റെതായി. അതെന്തുകൊണ്ടാണ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ അണികൾ കൂടുതലും നേതാക്കന്മാരുടെ എണ്ണം കുറവാണ്. പക്ഷെ ഞങ്ങൾ അണികളെന്ന് പറയുന്നത് അവർ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. കാരണം അവർ ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ആ രീതിയിലാണ് അണികൾ ഞങ്ങൾ സംഘടനക്കകത്ത് പ്രവർത്തിക്കുന്നത്. സാധാരണ ഏതെങ്കിലും മേൽപ്പരപ്പിലോ അതാരാ, ഞാനൊരു വ്യക്തിയെ കുറിച്ചല്ല, ആര് പോയാലും ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച് പ്രശ്നമില്ല. കാരണം അണികളായിട്ട് നിൽക്കും. സന്ദീപിന്റെ കൂടെ പോവില്ല. അവർക്കുള്ള പ്രേരണ എന്ന് പറയുന്നത് ആദർശം. ഞങ്ങളുടെ കുടുംബാധിപത്യ പാർട്ടിയോ വ്യക്തിയാധിപത്യ പാർട്ടിയോ അല്ല. ഇപ്പോൾ കോൺഗ്രസ്സിലൊരു നേതാവ് പോകുമ്പോൾ അവർക്ക് പ്രയാസമാണ്. കാരണം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ് ആ പാർട്ടി. അതുകൊണ്ട് കോൺഗ്രസിൽ നേതാക്കന്മാർ പോകുന്ന സമയത്ത് അവർക്ക് പ്രയാസം ഉണ്ടാകും. ഞങ്ങളെ സമയം നോക്കൂ, അണികളിൽ ആരും പോവില്ല.
ഒരു നേതാവിന്റെ കൂടെ അണികൾ പോവില്ല. അത് ശരിയാണ്, അണികൾ ധാരാളമുള്ള പാർട്ടിയാണ്, ആദർശത്തിന്റെ കൂടെയാണ്. നേതാക്കൾ കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ BJP യെ സംബന്ധിച്ചിടത്തോളം അങ്ങ് സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. ഈ നേതാക്കൾ കുറവാണെങ്കിലും ഗ്രൂപ്പുകൾ കൂടുതലുള്ള പാർട്ടിയായിട്ടാണ് BJP എപ്പോഴും കാണുന്നത്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. PK കൃഷ്ണദാസിൻ്റെ ഗ്രൂപ്പ്, ശ്രീധരൻ പിള്ളയുടെ ഗ്രൂപ്പ്, കുമ്മനത്തിൻ്റെ ഗ്രൂപ്പ്, മുരളീധരൻ സുരേന്ദ്രൻ ഗ്രൂപ്പ്, ഇങ്ങനെ പല ഗ്രൂപ്പുകളായിരിക്കുന്നത് കൊണ്ട് അതൊരു ഡിവൈഡഡ് ഹൗസാണ്. ഇവിടെ പോലും ശോഭയെ നിങ്ങൾക്ക് വലിയ രീതിയിൽ കൊണ്ടുവന്ന് ഇറക്കി വലിയ മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. കാരണം ഇടഞ്ഞു നിൽക്കുകയാണെന്നുള്ള പ്രശ്നം വന്നിരിക്കുന്നു. സന്ദീപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പാർട്ടി വിട്ടു പോകുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, ഈ പാർട്ടിക്കുള്ളിലെ ഈ പറയുന്ന പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനിടയുണ്ടോ? അല്ല, ഈ പറഞ്ഞത് നല്ല ഒരു കേൾക്കുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. പക്ഷെ അത് യാഥാർത്ഥ്യമായിട്ട് അങ്ങനത്തെ യാതൊരു BJPക്കകത്ത് ഒറ്റ ഗ്രൂപ്പാണ്, അത് BJP ഗ്രൂപ്പാണ്. ഈ താങ്കളുടെ പേരിൽ കേൾക്കുന്നതോ? താങ്കളുടെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഉണ്ണി സാർ പറഞ്ഞത്. ഇല്ലെങ്കിൽ അതങ്ങ് നിഷേധിച്ചാൽ മതി. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ നമ്മുടെ പറയാൻ. ഇപ്പം ഉണ്ണിയേട്ടന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. BJPക്കെതിരായിട്ട് ഇത് കുറെ കാലമായിട്ട് പറയുകയാണ് കൃഷ്ണദാസ് ഗ്രൂപ്പ്. അതേ മിതമായ ഭാഷയിലാണ് ഇപ്പോൾ ആ ആരോപണം ഉന്നയിച്ചത്. ഇതും കർക്കശമായ ഭാഷയിൽ സുജയ്ക്കും അങ്ങനെ ഉന്നയിക്കാൻ BJPക്കെതിരായിട്ട്. നിങ്ങളെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ടും മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല എന്നുള്ള സത്യം ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഇപ്പോൾ ഒറ്റ ഗ്രൂപ്പാണ് BJPക്ക് ഒറ്റ ഗ്രൂപ്പാണ്, BJP ഗ്രൂപ്പാണ്. ഇതൊരു കോൺഗ്രസും അല്ല, ഇതൊരു CPM-ഉം അല്ല. BJP ആണ്. നോക്ക് നിങ്ങൾ, ദേശീയ തലത്തിൽ ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ABJP, BBJP, CBJP, DBJP അങ്ങനെ ഉണ്ടോ? കോൺഗ്രസ്സിൽ ABCD ഉണ്ട്. മറ്റേത് പാർട്ടി, ദേശീയ പാർട്ടി നോക്കിയാലും ABCD കാണാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ കേഡർ പാർട്ടിയാവും, അവർ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റുള്ള പാർട്ടിയാണെന്ന്. എത്ര ശരിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു അഭിമുഖത്തിന് വേണ്ടി പോയ സമയം എഴുതി നോക്കുമ്പോൾ 29 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഒന്നും കൂടി നമ്മുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കിട്ടുന്നതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ BJP നോക്ക്, ഒറ്റ BJP. ഞങ്ങൾക്ക് പിളർപ്പില്ലാത്ത, തളർച്ചയില്ല, തകർച്ചയില്ല, ഒന്നുമില്ല. ഞങ്ങൾ അനുസ്യൂതം മുന്നോട്ട് പോകുക. 84 2 സീറ്റ് കിട്ടിയ പാർട്ടിയെ ആണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. ഇന്ത്യയിലെ മിക്ക ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ താങ്കൾ പറഞ്ഞല്ലോ മോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, വികസനം നടപ്പാക്കി എന്നൊക്കെ പറയുമ്പോൾ, കേരളത്തെ പ്രത്യേകം പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ, കേരളത്തിൽ വയനാട് എന്ത് സംഭവിക്കുന്നു? വയനാട് പാക്കേജ് ഇതുവരെ നൽകിയില്ല. മോദി വന്ന് കണ്ടുപോയി ആശ്വസിപ്പിച്ച് പോയതാണ്. ഇതുവരെ വയനാട് പാക്കേജ് നൽകിയിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം തന്നെ നൽകുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു കള്ളത്തരമുണ്ട് എന്ന ആരോപണം വരുമ്പോൾ എന്താണ് മറുപടി? അല്ല, ഈ വയനാടിൻ്റെ പാക്കേജ് മോദി ഇങ്ങോട്ട് തരുന്നതല്ല. നമ്മുടെ മോദിജി വയനാട്ടിൽ വന്ന സമയത്ത് എല്ലാവരെയും കണ്ടു, എല്ലാ സ്ഥലത്തും പോയി, ആൾക്കാർ എല്ലാവരോടും ചോദിച്ചറിഞ്ഞു. പോകുമ്പോൾ മോദിജി നമ്മുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എല്ലാവരെയും പുനരധിവാസം നടത്താൻ സാധിക്കുന്ന വളരെ പ്രായോഗികമായിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള പാക്കേജ് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കണം. ഇപ്പോൾ സംഭവം നടന്നിട്ട് 4 മാസമായി. ഇതുവരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എവിടെയാണ് ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്? ഇതുവരെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. എത്ര ആൾക്കാണ് വീട് കൊടുക്കുന്നത്? അതുമില്ല. ഈ വീടിൻ്റെ വലുപ്പം എത്രയാ? അതുമില്ല. എപ്പോഴാണ് വീട് നിർമ്മിച്ചു കൊടുക്കുക? അതും അവർക്കറിയില്ല. 1100 വീടുകൾ നിർമ്മിക്കാൻ സന്നദ്ധ സംഘടനകൾ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് അവരുടെ യോഗം വിളിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ എത്ര രൂപ ചെലവഴിക്കാൻ തയ്യാറാകും, ഇനി അവരെങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? ഇതുവരെ ഇവർ സാധിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയും, ഈ പിണറായി സർക്കാർ ജമ്മത്തിൽ ഭരിക്കാൻ അവർക്ക് ഈ ഭരണരംഗത്ത് അവർ സാക്ഷരരല്ല, നിരക്ഷരരല്ല. അവർക്ക് മറ്റു ചില കലാപരിപാടികളുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ചില രംഗത്ത് അവർ 100% സാക്ഷരത കൈവച്ച പാർട്ടിയാണ്. ഭരണരംഗത്ത് അവർ 100% നിരക്ഷരരാണ്. ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് സഹായം കൊടുക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങളൊന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ പ്രഖ്യാപിച്ചു. അല്ല, പക്ഷെ ഞങ്ങൾ കൊടുത്തല്ലോ. അതെ, പെട്ടെന്ന് തന്നെ ആന്ധ്രയ്ക്ക് കൊടുത്തു. 3000 പാക്കേജ് ഇവിടെയും കൊടുത്തു. ജൂലൈ 31 149.90 കോടി ആദ്യം കൊടുത്തു, നിഷേധിക്കൂല എല്ലാവരും. ഒക്ടോബർ 2-ാം തീയതി വീണ്ടും 149.90 കോടി കൊടുത്തു. പിന്നെ ഈ മറ്റൊന്നറിയാം, ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഹൈക്കോടതിയിൽ വന്നല്ലോ. ആ സമയത്ത് കേന്ദ്രം പറഞ്ഞു, നിങ്ങളെ കയ്യിൽ ഞങ്ങൾ തന്ന പൈസ 732 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്കത് ഈ വയനാട് പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾക്ക് ആ പണം ചെലവഴിക്കാം. എല്ലാ വർഷവും
460 കോടി രൂപ ഈ നാട്ടിലെ ജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ 10 കോടി 5 കോടി ഒക്കെ ഞങ്ങളും കൊടുത്തിട്ടുണ്ട്. BJP ഗവൺമെൻറ് ഇതെല്ലാം ചേർന്നിട്ട് 462 കോടി. നിങ്ങൾ നോക്കണം, 782 കോടി ഖജാനാവിലുണ്ട്. ഒറ്റ പൈസ അത് പിൻവലിച്ചിട്ടില്ല, അത് അനുവദിച്ചു. അത് വയനാട് പാക്കേജ് അല്ല ശ്രീകൃഷ്ണദാസ്. മാത്രമല്ല അതിൽ കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് പാക്കേജുമായി ബന്ധപ്പെട്ട് ഉന്നതതല സമിതി യോഗം ചേരുന്നേ ഉള്ളൂ, ആലോചിക്കുന്നേ ഉള്ളൂ, അത് എത്ര കൊടുക്കണമെന്നുള്ളതിൽ ആലോചന നടത്തുന്നേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അത്ര തിടുക്കമേ ഉള്ളൂ എന്നല്ലേ അതിൽ മനസ്സിലാക്കാം. അല്ലല്ല, കോടതി എന്താ, ഹൈക്കോടതി പറഞ്ഞെന്താ അറിയോ, ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് അടിയന്തരമായി പണം ആവശ്യമുണ്ടെങ്കിൽ 782 കോടി ഞങ്ങളുടെ പണം അവിടെയുണ്ട്, അവർക്കത് ഉപയോഗിക്കാം. ഈ പാക്കേജ്, അതായത് നമ്മുടെ ചൂരൽമല പുനരധിവാസ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കുന്ന സമയത്ത് എത്രയാണോ ആവശ്യമുള്ള തുക വീണ്ടും ഞങ്ങൾ കൊടുക്കും. ഇപ്പം ഞാൻ ചോദിക്കാം, കയ്യിൽ 782 കോടി ഉണ്ടല്ലോ, അത് ചിലവഴിക്കാമല്ലോ, പിന്നെ വാങ്ങിച്ചാൽ മതിയല്ലോ കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ നിന്ന്. 460 കോടി രൂപ ജനങ്ങൾ കൊടുത്ത പൈസ, സന്നദ്ധ സംഘടനകൾ കൊടുത്ത പൈസ അതുണ്ട്. ഇതെല്ലാം വെച്ച് നമ്മൾ ആട്ടായിരിക്കുകയല്ലേ ഈ മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇവർക്ക് ഈ ഗവൺമെൻറ് കഴിയില്ലെങ്കിൽ, ഇങ്ങനെ പാക്കേജ് കൊടുക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ കേന്ദ്രത്തോട് പറയാം, നിങ്ങളൊരു പാക്കേജ് ഉണ്ടാക്കി ഞങ്ങൾക്ക് തരിക, അതിന് ഞങ്ങൾ കവറിൽ ലെറ്റർ വെച്ചിട്ട് അങ്ങോട്ട് വീണ്ടും അയക്കും. പാക്കേജും രണ്ടല്ലേ? ദുരന്ത നിവാരണ പാക്കേജും പുനരധിവാസ പാക്കേജും. ദുരന്ത നിവാരണം എന്ന് പറയുന്നത് ആവശ്യമായത് ഇപ്പോൾ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 149.9 കൊടുത്തു. രണ്ടാമത് ഇനി അതിനിടയിൽ വീണ്ടും എന്തെങ്കിലും ആവശ്യം വന്നാലാണ് രണ്ടാം ഗഡു ഒക്ടോബർ 2 കൊടുത്തിരിക്കുന്നത്. അതിന് പുറത്താണ് ഈ 782 അതുപോലെ ഗവൺമെന്റ്. ഇപ്പോൾ വയനാട്ടിൽ അടുത്ത ദിവസം ഹർത്താലാണ്. LDF-ഉം UDF-ഉം സംയുക്തമായിട്ട് ചൊവ്വാഴ്ച ഹർത്താലാണ്. അതിവിടെ കൊട്ടിക്കലാശം നടക്കുമ്പോൾ അവിടെ ഹർത്താൽ ബാധിക്കുമോ ജനവിധിയെ? അല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാൻ പറഞ്ഞല്ലോ, അവർ സാക്ഷരത നേടിയിട്ടുള്ളത് ഇമാതിരി കലാപരിപാടികൾക്ക് മാത്രമാണ്. അത് ബന്ദ് പ്രഖ്യാപിക്കുക, ഹർത്താൽ പ്രഖ്യാപിക്കുക, പിന്നെ വേണമെങ്കിൽ കുറച്ച് ആൾക്കാർ തല്ലുക പോയിട്ട്. ഇതല്ലാതെ ഈ ഇപ്പം അതിൻ്റെ കൂടെ അധോലോക പ്രവർത്തനം കൂടി വന്നിട്ടുണ്ട്. സ്വർണം, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത്, മറ്റേ പല കടത്തുകളുണ്ടല്ലോ. അപ്പോൾ ഒരു അധോലോക പ്രവർത്തനം കൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, ഇത് പ്രവർത്തകർക്ക് ബാധകമല്ല കേട്ടോ, നേതാക്കന്മാർക്ക് ബാധക. അപ്പോൾ ഇതല്ലാതെ വേറൊന്നും ഇവർക്കറിയില്ല. അപ്പോൾ അവരുടെ കഴിവില്ലായ്മയും കഴിവുകേടും ആത്മാർത്ഥമില്ലായ്മയും ഞങ്ങളെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്താ കാര്യം? ഞങ്ങൾ വീണ്ടും പറയുന്നു, അപ്പോൾ ഞാനൊരു BJPയുടെ സാധാരണ പ്രവർത്തകരാണ്. ഇവർ പുനരധിവാസ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചാൽ ഞങ്ങൾക്ക് കേരളത്തിന് വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര പണം വേണം ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ പോകും, അവന് രാഷ്ട്രീയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയം നോക്കാതെയുള്ള അങ്ങനെയുള്ള ഇടപെടലുകൾ ആ ഒരു രീതിയിലേക്ക് പാർട്ടി മാറുന്നു, അല്ലെങ്കിൽ നേതൃത്വം മാറുന്നു. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി വിജയിച്ച് ഇതിന് ശേഷം വലിയൊരു പോരാട്ടത്തിന് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തയ്യാറെടുക്കാനുള്ള എല്ലാ ഭാവുകങ്ങളും നേടുന്നു നമുക്ക് അദ്ദേഹത്തെ. ഒരു കാര്യം കൂടി ഒന്ന്, ഇപ്പോൾ ഏതായാലും ഈ പറയുന്ന പാലക്കാട് മണ്ഡലത്തിലേക്ക് ഒന്നുകൂടി വന്നാൽ ഈ മുസ്ലിം വോട്ട് ഇവിടെ വളരെ നിർണായകമാണ്. 25% വോട്ടുണ്ട്. അത് വളരെ കരുതലോടെ വേണമെങ്കിൽ കോൺഗ്രസിന് കിട്ടാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം BJP ജയിച്ചു വരുന്നത് തടയാൻ വേണ്ടി. പക്ഷെ സന്ദീപ് വാര്യരെ പോലെ ഒരാളെ, ഞാൻ അയാളുടെ പേര് പറയുന്നതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കേണ്ട, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ സംഭവം അതായതുകൊണ്ട് അങ്ങനെ ഒരാളെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എടുത്തത് ആ മുസ്ലിം വോട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അവർക്കതൊരു വിനയാവുമോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ മുന്നിൽ തൃശ്ശൂരാണ് ഉള്ളത്. തൃശ്ശൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൃശ്ശൂരിൽ ഞങ്ങൾക്ക് ഹിന്ദു സമൂഹം, ഭൂരിപക്ഷ സമൂഹത്തിലെ മുന്നോക്കക്കാരും പിന്നോക്കക്കാരും SCയും STയും വിശ്വകർമ്മ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗം ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് 30% ഞങ്ങൾ കിട്ടി. ഞങ്ങൾ പ്രതീക്ഷ എല്ലാവരും സമ്മതിക്കും തോന്നുന്നു. മുസ്ലിം സമൂഹം, ദേശസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അത് തന്നെ ആവർത്തിക്കും. സാമൂഹ്യ സാഹചര്യം, അതായത് സോഷ്യൽ ഇക്വേഷൻ അതും മാറും. അതനുസരിച്ച് ഞങ്ങൾ അതാ ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ഇക്വേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ ഇക്വേഷൻ, അതൊക്കെ നമുക്ക് അനുകൂലമാണെന്ന് മാത്രമല്ല, ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയത്തിന് നൽകിയ ഒരു വ്യാഖ്യാനം അത് നരേന്ദ്രമോദി നൽകിയതാണ്. രാഷ്ട്രീയത്തിന് ഞങ്ങൾ നൽകിയ വ്യാഖ്യാനം എന്താ മോദിജി? അത് ഡെവലപ്മെൻറ്റ്, അത് വികസനം, അതാ ഇവിടെ പൂവിരിയാൻ പോകുന്നത്. അതാണ് ഞങ്ങൾ താമര വിരിയെന്ന് പറയുന്നത്. ഈ വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം. അപ്പോൾ സബ്കാ വികാസ് പാലക്കാട് സംഭവിക്കും. തീർച്ചയായിട്ടും താമര വിരിയും എന്നുള്ളതാണ് ഈ പാലക്കാടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ നിഷ്പക്ഷമായി പരിശോധിക്കുന്ന ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. വളരെ നന്ദി ശ്രീ കൃഷ്ണദാസ്. ഓൾ ദി ബെസ്റ്റ്.
യാത്ര എങ്ങനെയുണ്ട്? യാത്ര അല്ല, അതിനകത്ത് അവസാനിപ്പിച്ച കാര്യം മനസ്സിലായോ? നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആളുകൾക്ക് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് എന്നുവെച്ചാൽ നമുക്കുള്ള സന്ദേശം നിങ്ങൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിക്കോളാം. അല്ല, ഈ ബസ് യാത്ര തോന്നി ഈ റിപ്പോർട്ടർ ചാനൽ ഇമ്മാതിരി നോവൽ ഐഡിയ ഇതാരുടെ മസ്തിഷ്കത്തിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇതിപ്പോൾ നോക്കൂ, ഞാൻ നിരവധി തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട്, നിരവധി ചാനലുകാരുടെ കൂടെ പോയിട്ടുണ്ട്. ഇതെന്താ ഒരു സംഭവം? ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് അതിലും പ്രഗത്ഭരായിട്ടുള്ള ഉണ്ണിയേട്ടനും സുജയും ഒരു സ്മൃതിയും ഒക്കെ ഇരുന്നുകൊണ്ടുള്ളൊരു ചർച്ചയല്ലേ നമ്മളെ രഞ്ജിത്തുകൊണ്ട് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളാ മൊത്തം ഉള്ളത്. അതെ. അപ്പൊ ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകാൻ പോകുന്നേ ഇനിയിപ്പോ ഒരു വർഷമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അല്ലേ? കണ്ണൂരിൽ നിന്നാണോ അംഗം? അല്ലല്ല, ഞാനിപ്പോഴ് 2011, 2016, 2021 ഒക്കെ അംഗം വെട്ടിയത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലാണ്. അല്പം വോട്ട് കുറച്ച് ഒരു 6000-7000 വോട്ടിൻ്റെ 8000 വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് നമുക്ക് ഇത്തവണ പക്ഷേ കാട്ടാക്കട പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് കാട്ടാക്കട. ഞങ്ങൾ 1ാം സ്ഥാനത്താണ്. 5000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അത് 2026 ആവർത്തിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മത്സരിക്കണോ വേണ്ടിയോ എന്ന് പാർട്ടി തീരുമാനിക്കണം. ഏതായാലും BJP സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനുള്ള സാധ്യത കാട്ടാക്കടയുണ്ടെന്നാണ്. റൈറ്റ്. അപ്പൊ നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് യാത്രയിൽ കാട്ടാക്കടയിലൂടെയുള്ള യാത്ര കണ്ടുമുട്ടാം. ഓക്കെ, നമസ്കാരം. വളരെ വളരെ നന്ദി, സന്തോഷം. താങ്ക് യു.